ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. കാരണം ഇന്ന് രാവിലെ നേരത്തെ എണീറ്റുണ്ട് കേട്ടോ. അല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നേരത്തെ എണീക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ കുളിച്ച് പൂജാ റൂമിലൊക്കെ വിളക്കൊക്കെ വെച്ച്. അപ്പം ഇന്ന് അത്തം ഒന്നാണ്, നമുക്ക് പൂവിടാൻ തുടങ്ങണം. നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ 10 ദിവസം പൂവിടലോ. നമ്മൾ ഇന്നലെ തന്നെ പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് മുറ്റത്ത് പോയിട്ട് ഒരുപാട് പൂവൊന്നും കിട്ടാറില്ല. അത്ര വലിയ പൂവ് കാര്യം ഉള്ളതിനെല്ലാവരും പറിച്ചുകൊണ്ട് പിന്നെ ഞാനങ്ങനെ പോകാറുമില്ല പറിക്കാൻ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം നമുക്ക് തുമ്പ നിർബന്ധം. തുമ്പയും തുളസിയൊക്കെ കളത്തിൽ വെക്കണം. അപ്പം ഞാൻ തൽക്കാലം അതൊക്കെ പോയി കുറച്ച് പറിച്ചുകൊണ്ടുവന്നു. പിന്നെ ഇതൊക്കെ വെട്ടി ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് വെച്ചത് എന്താ ഇടേണ്ടത്. പക്ഷേ ഫസ്റ്റ് ദിവസം നമ്മൾ ഗണപതി എന്നുള്ള ഇതിൽ അങ്ങനെയൊക്കെയാണ് ഇടുക. പിന്നെ നമ്മൾ പൂക്കളോ അങ്ങനെയൊക്കെ വരക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഗണപതിൻ്റെ എന്തെങ്കിലും ചിത്രങ്ങളോ കാര്യങ്ങളോ അങ്ങനെയായിരിക്കും വരക്കാം. ഇങ്ങനെ പൂവൊക്കെ വെട്ടി ശരിയാക്കി നമ്മൾ പിന്നെ ടൈല് യൂസ് ചെയ്തിട്ടാണ് പൂവിടാട്ടോ. കാരണം നമ്മൾ പണ്ടത്തെ ഇതിൽ ചരലൊക്കെ വെച്ച് ചാണകം മെഴുകി അങ്ങനെയൊന്നും വെക്കാൻ ഇപ്പം അറിയാലോ, അത്ര വലിയ സൗകര്യങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ ബുദ്ധിമുട്ടാണത്. ഞാൻ ഇവിടെ വീടെടുത്തിട്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രം അങ്ങനെ ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാറില്ല. വെള്ള ടൈൽസാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് വേറൊരു ബ്ലാക്ക് പോലത്തെ കളറൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ പൂവൊക്കെ ഇട്ടാൽ. ഇത് വൈറ്റിൻ്റെ മേലെ നമ്മൾ എന്തിട്ടാണ് എനിക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഒരു 6-7 വർഷം ഇങ്ങനെ തന്നെയാണ് ഇടാറ്. നമ്മൾ ഫസ്റ്റ് തുളസി വെച്ച് പിന്നെ തുമ്പപ്പൂ വെച്ച് ഇന്നത്തെ ദിവസം തൊട്ടാണ് ഇങ്ങനെ തന്നെ ഇടുക. പിന്നെ നമുക്ക് കയ്യിലുള്ള പൂവൊക്കെ ഇടാം. പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഫസ്റ്റ് ഡേ ഒരൊറ്റ തുമ്പ മാത്രമേ ഇടൂ. തുളസി വെക്കും, തുളസി എങ്ങനെയായാലും വെക്കും, തുമ്പ മാത്രമേ ഇടും. പിന്നെ രണ്ടാമത്തെ ഡേ 2 കളറ് പൂവായിരിക്കും, മൂന്നാമത്തെ ഡേ 3 കളർ അങ്ങനെയൊക്കെ ഇടാം. പിന്നെ ഇപ്പോൾ കുറേ വർഷമായി പൂവ് കിട്ടാനില്ല. 10 കളർ പൂവൊന്നും നമുക്ക് ലാസ്റ്റ് ഡേ കിട്ടാറില്ല. നമ്മൾ കളറൊക്കെ യൂസ് ചെയ്തിട്ട്. ഇപ്പം ഞാൻ പിന്നെ തീരെ അങ്ങനെയൊന്നും ഇടാറില്ല. എനിക്ക് എപ്പോൾ കയ്യിൽ കിട്ടുന്ന പൂവ് എന്താണോ അതൊക്കെ ഇടും കേട്ടോ. പിന്നെ അത് ചിത്രം വരച്ചൊന്നല്ല ഇടുന്നത്. എൻ്റെ ഒരു ഇതിന് ഞാൻ ഇട്ടതാട്ടോ. വലിയ കുഴപ്പമില്ല, എനിക്ക് കൊളായോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് പിന്നെ നമ്മൾ കൊടി കുത്തണം. ഇന്ന് ഒന്നാമത്തെ അത്താഴതുകൊണ്ട് ഒരു കൊടിയാണ് കുത്തേണ്ടത്. പൂവാണ്. ആദ്യമൊക്കെ ചെമ്പരത്തിയാണ്, ഇപ്പം വാങ്ങുന്ന പൂവ് തന്നെ വെക്കുന്നു. പിന്നെ ഒരു ചന്ദനത്തിരി വിളക്ക് വെക്കണം. പക്ഷേ എനിക്ക് നല്ല കാറ്റുണ്ട്. നമ്മൾ കടപ്പുറം ആയതുകൊണ്ട് തന്നെ കടലിൻ്റെ നേരെ കാറ്റടിക്കുന്നത് നമ്മുടെ വീട്ടിലേക്കല്ലേ. അപ്പോൾ പിന്നെ വെച്ചിട്ട് കാര്യമില്ല. പിന്നെ നല്ല കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഈ പൂവൊക്കെ പറന്നു പോകും കേട്ടോ. വെച്ചപാടെ തന്നെ പറന്നു പോകും. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മൾ അത്തയിടലൊക്കെ കഴിഞ്ഞിട്ടോ പൂവൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പം എന്താ പറയുക, എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട്